ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും പഠനത്തിന്റെ തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വർഷം ആദ്യം നടന്ന 8-ാം തീയതി ജനുവരി മാസം 8-ാം തീയതി നടന്ന പരീക്ഷകളിലെ വിവിധ ഷിഫ്റ്റുകളായിട്ട് നടന്ന പരീക്ഷകളിലെ ചില കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാനായിട്ട് പോവുകയാണ്. ഗ്രൂപ്പ് ഡി എക്സാമിനെ സംബന്ധിച്ചോളം 25 മാർക്കിനാണ് സയൻസിനുള്ളത്. സോ സയൻസിന് അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കെമിസ്ട്രിയുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഏത് ഡേറ്റാണ് എടുത്തതെന്ന് നോക്കുകയാണെങ്കിൽ 8/1/2026 എന്ന ദിവസത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, what type of gas is released when ethanol reacts with sodium? ഒരു ഓർഗാനിക് കെമിസ്ട്രി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. എത്തനോളും സോഡിയവും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദ്യം. ജസ്റ്റ് നമ്മളൊന്ന് എഴുതാനായിട്ട് പോവുകയാണ്. CH3 CH2 OH ആണ് എന്തെന്ന് പറയുന്നത്, എത്തനോൾ എന്ന് പറയുന്നത്. എത്തനോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇക്വേഷൻ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാണ്. ഇവിടെ 2 ഞാൻ കൊടുത്തു, ഇവിടെ 2 ഞാൻ കൊടുത്തു. സോ നമുക്ക് ഇവിടെ റിയാക്ഷനിൽ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് 2CH3 CH2 ONA ആണ് കേട്ടോ. ONA ആണ്. ഓക്കെ, അതിനോടൊപ്പം റിലീസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. H2 ആണ് ഇവിടെ റിലീസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത്. സോ ഇക്വേഷനും ബാലൻസ് ആയി ആ ഒരു കറക്റ്റ് രീതിയിലാണ് വന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് സോഡിയം എത്തോക്സൈഡ് എന്ന്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഗ്യാസ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്, ഹൈഡ്രജൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഹൈഡ്രജൻ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയണത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അൺസാച്ചുറേറ്റഡ് കാർബൺസ് ഡാഷ് ദാൻ ദി സാച്ചുറേറ്റഡ് കാർബൺ കോമ്പൗണ്ട്സ്. അൺസാച്ചുറേറ്റഡ് കാർബൺസ് ആണോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് കാർബൺസ് ആണോ കൂടുതലും റിയാക്റ്റീവ് എന്ന രീതിയിലാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് റിയാക്ടിവിറ്റി കൂടുതൽ? ശരിക്കും എന്ന് പറഞ്ഞാല് അൺസാച്ചുറേറ്റഡ് കാർബൺസ് ആണ് കൂടുതലും റിയാക്റ്റീവ് ആയിട്ടുള്ളത്. അൺസാച്ചുറേറ്റഡ് കാർബൺസ് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് എത്തീൻ, CH2 ഡബിൾ ബോണ്ട് CH2. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈഥേൻ പറയാം. ഇവിടെ കൂടുതലും റിയാക്റ്റീവ് ആയിട്ടുള്ളത് അൺസാച്ചുറേറ്റഡ് ഉള്ള ആളാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബോണ്ടിന് മുകളിലുള്ള ഈ പൈ ബോണ്ട് എന്ന് പറയുന്ന ഒരു ബോണ്ട് ഉണ്ട്. ആ ഒരു പൈ ബോണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് കയറി നമുക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഇതാണ് കൂടുതലും റിയാക്റ്റീവ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, കാരണം എക്സാമിന് അധിക ദിവസം ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, മാച്ച് ദ ഫോളോവിങ് ആണ്. ഇത് അത്ര ഡീപ്പായിട്ടുള്ള ചോദ്യമൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഈസിലി കറക്കി കുത്തി ഉത്തരത്തിലേക്ക് കൊണ്ടുവരാവുന്ന ചോദ്യമാണ്. കോളം എയും കോളം ബിയും നമ്മൾ NaOH അയോണൈസ് ചെയ്ത് എന്തൊക്കെ വരാൻ പോണേ? Na+ വരുന്നു, OH വരുന്നു. ഇനി KOH അയോണൈസ് ചെയ്ത് എന്ത് വരും? ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് അയോണൈസിന്റെ സിമ്പിളൊക്കെ കാണിക്കുന്നത്. ഇക്വിലിബ്രിയത്തിന്റെ സിമ്പിളാണ്. KOH വരുമ്പോൾ അത് K+ ആയിട്ടും OH- ആയിട്ടാണ് അത് അയോണൈസ് ചെയ്യുന്നത്. ഇനി മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എങ്ങനെയാണ്? Mg2+ഉം 2OH- ആയിട്ടാണ് അയോണൈസ് ചെയ്യുന്നത്. പിന്നെ ആരുണ്ട്? HCl ഉണ്ട്. HCl പക്ഷെ നമ്മളിവിടെ H+Cl- എന്ന രീതിയിലാണ് ഇവിടെ അയോണൈസ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു H+ന്റെ കൂട്ടത്തിലൊക്കെ ഒരു വെള്ളം അല്ലെങ്കിൽ വാട്ടർ കൂടി വരികയാണെങ്കിൽ എന്ത് കിട്ടും? അത് H3O+ and Cl-. സോ A1 B2 C3 D4 ഈ ഒരു രീതിയിലുള്ള ആ ഒരു ഉത്തരമായിരിക്കും നമുക്ക് വരുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ അവിടെ കിടപ്പുണ്ട്, ഓപ്ഷൻ C ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ C എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് RRB ഗ്രൂപ്പ് ഡി മോർണിംഗ് ഷിഫ്റ്റ് 8/1/2026 മോർണിംഗ് ഷിഫ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് ദ പ്ലാന്റ് സെൽ വോൾ? ചെടികളുടെ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോളിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A സെല്ലുലോസ്, കൈറ്റിൻ, കൊളാജൻ, പെപ്റ്റിഡോഗ്ലൈക്കൻ. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലോസ് ആണ് കേട്ടോ. സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു പോളിസാക്കറൈഡ് ആണ്.
പോളിസാക്കറൈഡ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു രൂപാന്തരമാണ് പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ലുലോസ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു കോശഭിത്തിക്ക് ദൃഢത നൽകുന്നത്, ഉറപ്പ് നൽകുന്നത് എന്താണ്? സെല്ലുലോസ് ആണ്. ഇനി നമ്മൾ ഈ ചെമ്മീനൊക്കെ പോലെയുള്ള മീനുകളുണ്ടല്ലോ, ചെമ്മീൻ്റെ ഒക്കെ തോട് ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒരു കൈറ്റിൻ എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾസ് വെച്ചിട്ടാണ് അതിന്റെ തോടിന് കട്ടി നൽകുന്നത്. ഇനി കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകള്, ടെൻഡനുകൾ, സ്കിന്ന് അവിടെയൊക്കെ ഉള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഇനി പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാക്ടീരിയ ഉണ്ടല്ലോ, ഈ ബാക്ടീരിയയുടെയൊക്കെ ആ ഒരു സെല്ലിനെ ആവരണം ചെയ്തേക്കുന്നത് ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടാണ്. നമ്മൾ കഴിക്കുന്ന പല ആന്റിബയോട്ടിക്കുകളും ഉണ്ടല്ലോ, അമോക്സിസിലിൻ, ആംഫിസിലിൻ പോലെയുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ ഈ ബാക്ടീരിയയുടെ ഈ ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു ആവരണം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ് കേട്ടോ. ഓക്കെ, വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the smallest alkane that can form a stable ring? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിങ് ഫോം ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ റിങ് ആയിട്ടുള്ള ഒരൊറ്റ കോമ്പൗണ്ടേ ഉള്ളൂ. അതൊന്ന് പറയുന്നത് എന്താണ്? സൈക്ലോപ്രൊപ്പേൻ ആണ്. സൈക്ലോപ്രൊപ്പേൻ എന്ന് പറയുമ്പോൾ CH2 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 ഇതാണ് സൈക്ലോപ്രൊപ്പേൻ. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് വരക്കാം. ഒരു ട്രയാങ്കിൾ ആണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, സൈക്ലോപ്രൊപ്പേൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സൈക്ലോപ്രൊപ്പേൻ ആണ് ഇവിടുത്തെ ശരിക്കും ഉള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. Which of the following determines the size of an atom? ഇലക്ട്രോൺ ക്ലൗഡ്സ്, പ്രോട്ടോൺസ്, ന്യൂക്ലിയസ്, ന്യൂട്രോൺ. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഒരു ആറ്റത്തിന്റെ വലിപ്പം നിർണ്ണയിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇലക്ട്രോൺ ക്ലൗഡ്സ് ആണ്. ഇലക്ട്രോൺസിന്റെ ഒരു സൈസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ്സിന്റെ സൈസ് കൂടുന്തോറും ആറ്റത്തിന്റെ എന്ത് കൂടും? വലിപ്പം കൂടും. സോ ഒരു ആറ്റത്തിന്റെ സൈസ് നിർണ്ണയിക്കുന്ന എന്താണ്? അവിടുത്തെ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആണ് കേട്ടോ. ഓക്കെ, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നമുക്ക് ജസ്റ്റ് മൂളയുണ്ടെങ്കിൽ ഒന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, വി ഹാവ് കോളം എ ആൻഡ് കോളം ബി. കോളം എയിൽ എന്താ പറയുന്നത്? ആസിഡ് റെയിൻ. കോളം ബിയിൽ ഇൻഡൈജഷൻ. കോളം സിയിൽ ടൂത്ത് ഡീക്കേ. ഓപ്ഷൻ ഡിയിൽ ബി സ്റ്റിംഗ്. നമുക്ക് ഇവിടെ നേരെ ഒന്ന് നോക്കുമ്പോൾ ടൂത്ത് ഡീക്കയിലേക്ക് പോകാം. ടൂത്ത് ഡീക്കേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോളം ബിയിൽ മൗത്ത് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. occurs when pH is less than 5.5 in mouth. അതായത് നമ്മുടെ വായിൽ പുളി കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്ലത്വം, അസിഡിറ്റി കൂടുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ടൂത്ത് ഡീക്കേ ഉണ്ടാവും. സോ നമുക്ക് C1 നേരെ പോകാം. സോ നമ്മുടെ ഓപ്ഷനിൽ C1 ഉള്ളത് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ എയും അതോടൊപ്പം തന്നെ ഡിയും സുഖം ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇൻഡൈജഷൻ എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ഇൻഡൈജഷൻസ് നമുക്ക് എന്താ പറയുക, വയറിൽ ഇങ്ങനെ ബ്ലോട്ട് ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, അത് നമുക്ക് മാറ്റാനായിട്ടുള്ള ഏറ്റവും വലിയ വിദ്യയാണ് അതെന്ന് പറയുന്നത് അന്റാസിഡ്. ജലൂസിലൊക്കെ പോലെയുള്ള അന്റാസിഡ്. ഓക്കെ, സോ B2 ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ B-C ഓപ്ഷനുകളിൽ B2 ഉള്ളത് ഈ സിക്ക് മാത്രമാണ്. സോ നമ്മൾ ബി അവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. C is the correct answer. സോ ബാക്കി ഒബ്വിയസ്ലി എന്തായിരിക്കും? എല്ലാം ശരിയായിരിക്കും. ബി സ്റ്റിങ്ങിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ബേക്കിംഗ് സോഡ വെച്ച് നമുക്ക് ബി സ്റ്റിങ്ങിനെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്രലൈസ് ചെയ്യും. ബി എന്ന് പറയുന്നത് മറ്റേ ഇവിടെ കടന്നലോ തേനീച്ചയൊക്കെ കുത്തിയാണെങ്കിൽ അവിടെ സോഡാപ്പൊടി ഇടുകയാണെങ്കിൽ അവിടെ മാറുമെന്നാണ് പറയണത്. അതോടൊപ്പം തന്നെ ആസിഡ് റെയിൻസ്, അക്വാട്ടിക് ലൈഫിന് മോശമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. പെയ്യുന്ന മഴയുടെ pH 5.6 താഴുകയാണെങ്കിൽ അവിടെ ആസിഡ് റെയിൻ ഉണ്ടാകുകയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മെറ്റൽസ് ഹൈ ഇൻ ദി ആക്ടിവിറ്റി സീരീസ് മേ ബി എക്സ്ട്രാക്റ്റഡ് ബൈ ദ പ്രോസസ് ഓഫ്. അതായത് റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും കൂടിയ ആളുകൾ അവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പാടാണ്. സോ നമുക്കൊരു പാടായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ മാത്രമേ ഇവരെ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതെന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ. ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലൂടെ മാത്രമേ അവർ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാർബണുമായിട്ട് വെച്ച് ഹീറ്റ് ചെയ്താലും നടക്കില്ല. ഓൺലി ഹീറ്റിംഗ് ആണെങ്കിലും പറ്റില്ല, കാൽസിലേഷൻ ആണെങ്കിലും ഇവിടെ പറ്റില്ല. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അക്കോർഡിംഗ് ടു ബോർബറി, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ്
that the M shell can accommodate. നമ്മൾ K L M N എന്ന രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രകാരം ഇലക്ട്രോണുകളെ ഷെല്ലുകളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കെയിലാണെങ്കിൽ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട് എന്ന് പറയുന്നത് 2n² ആണ്. n എന്ന് പറയുന്നത് k ഇക്ക് 1 ആണ്, 1 2 3 4 ആണ്. സോ നമ്മൾ k ആണെങ്കിൽ അവിടെ 2 × 1² ദാറ്റ് ഈസ് 2 ആണ്. L ആണെങ്കിൽ അവിടെ 2 × 2² എന്ന് പറയുമ്പോൾ അത് 2 8 ആണ്. ഇനി M ആണെങ്കിൽ 2 × 3² എന്ന് പറയുമ്പോൾ അത് 2 × 9 എന്ന് പറയുമ്പോൾ അത് 18 ആണ്. N എന്ന് പറയുമ്പോൾ 2 × 2 × 16 ആണ്, 32 ആണ്. ഇങ്ങനെയാണ് അവിടെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോകുന്നത്. 2 8 18 32. സോ എമ്മിന് കീഴിൽ വരുന്ന എത്രയാണ്? 18 ആണ്. സോ നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 18 ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് എ റിഡക്ഷൻ മീൻസ്? നമുക്ക് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് മലയാളത്തിൽ പറയും. റിഡക്ഷൻ എന്ന് പറയാൻ നമുക്ക് 2 ഡെഫിനിഷൻ ഉണ്ട്. ഒന്ന് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഹൈഡ്രജൻ. ഗെയിൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നതും ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഒരു ഇതിന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിനാണ് റിഡക്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ലോസ് ഓഫ് ഓക്സിജൻ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റും? റിഡക്ഷൻ ആയിട്ട് പറയാനായിട്ട് നമുക്ക് പറ്റും. അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ അതിന്റെ നേരെ പ്രോസസ് ആയിട്ടുള്ള ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റിഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. യെസ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഫിസിക്കൽ ചേഞ്ച് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ സൊല്യൂഷൻ? ഒരു സൊല്യൂഷൻ ഫോർമേഷനിൽ ഒരു ഫിസിക്കൽ ചേഞ്ച് ഉള്ളത്. റെസ്റ്റിംഗ് ഓഫ് അയൺ ഇൻ സോൾട്ട് സൊല്യൂഷൻ, ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ, കേർഡിംഗ് ഓഫ് മിൽക്ക് വെൻ ലെമൺ ജ്യൂസ് ഈസ് ആഡഡ് ടു ഇറ്റ്, ഡൈജഷൻ ഓഫ് ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക്. ഓക്കെ, ഇതില് ഫിസിക്കൽ ചേഞ്ച് കേട്ടോ, ഫിസിക്കൽ ചേഞ്ച് ആണ്. സിമ്പിൾ ആണ്. എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. വെള്ളത്തില് സോൾട്ട് അലിഞ്ഞു ചേരുമ്പോൾ അവിടെ വലിയ കെമിക്കൽ ആയിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ബാക്കിയെല്ലാം എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. സോൾട്ട് അലിഞ്ഞു ചേരുന്നത് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്ന് അവിടെ എന്ത് ചെയ്യുന്നു? അത് ഡിസഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനുള്ള കെമിക്കൽ ഇവിടെ മാറണമൊന്നുമില്ല. ഇതാണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ NaCl വാട്ടറിൽ അവിടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ അവിടെ. അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, വിച്ച് പ്രോപ്പർട്ടി ഡിസ്റ്റിങ്വിഷസ് എ കോമ്പൗണ്ട് ഫ്രം എ മിക്സ്ചർ? ഒരു മിക്സ്ചറും ഒരു കോമ്പൗണ്ട് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. എ ഈസ് മെയ്ഡ് ഓഫ് മോർ ദാൻ വൺ സബ്സ്റ്റൻസ്. നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ഉണ്ടല്ലോ, അത് തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ മിക്സ്ചറിൽ കപ്പലണ്ടി ഉണ്ടാകും, നീണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും, ഈ പരിപ്പുണ്ടായിരിക്കും, ഇതുണ്ടായിരിക്കും, നമ്മുടെ ഉള്ളി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിലും എന്ന് പറയുന്നത് H2O എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ആണ്. നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാം. H2O നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്സ്ചർ, രണ്ടിലും എന്താണ്? മോർ ദാൻ വൺ കോമ്പൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. H2O ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. മിക്സ്ചറിൽ ഈ പറയുന്ന ഇഷ്ടംപോലെ സാധനമുണ്ട്. ഈസ് ഓൾവേസ് എ സോളിഡ്. H2O നമുക്ക് ലിക്വിഡ് ആയിട്ടും എക്സിബിറ്റ് ചെയ്യുമല്ലോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഇതും പറയാനായിട്ട് പറ്റില്ല. രണ്ടിലും ഇതും പറയാൻ പറ്റില്ല. രണ്ടിലും ഈ ഒരു കാര്യം രണ്ടിനും കോമൺ ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താ പറയണേ? ക്യാൻ എക്സിസ്റ്റ് ഇൻ എനി സ്റ്റേറ്റ്. മിക്സ്ചറും ഏത് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യും, H2Oയും ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും എക്സിസ്റ്റ് ചെയ്യും. പിന്നെന്താ പറയണേ? ഹാസ് ഫിക്സഡ് കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്. ഇവിടെയാണ് ഇവനൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചാൽ മിക്സ്ചറിൽ ഇത്ര കപ്പലണ്ടി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇത്ര നേരി ഇരിക്കുന്ന സാധനം തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? സോ ഈ ഒരു H2Oന്റെ കേസിൽ നിർബന്ധമുണ്ട്. ഇവിടെ വാട്ടറും ഓക്സിജനും 2:1
1 എന്ന അംശബന്ധത്തിലല്ലെങ്കിൽ അത് വാട്ടർ അല്ല. സോ കോമ്പൗണ്ട്സ് മസ്റ്റ് ഹാവ് എ ഫിക്സഡ് കോമ്പോസിഷൻ. അപ്പോൾ കോമ്പൗണ്ടിനെയും മിക്സറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് കോമ്പൗണ്ടിന് എന്തുണ്ടായിരിക്കും, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും, ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് നോൺ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് എസ്റ്റേഴ്സ് ആർ ഡാഷ് സബ്സ്റ്റൻസ്. എസ്റ്ററുകൾ എന്ന് പറയുന്നത് ഒരു ആസിഡും ഒരു ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, എസ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ പറയുന്നതില് എസ്റ്ററിന്റെ പ്രത്യേകതകൾ ഇവര് പഞ്ചൻ സ്മെല്ലിംഗ് ആണ്. പഞ്ചൻ സ്മെല്ലിംഗ് എന്ന് പറയുന്നത് രൂക്ഷഗന്ധം, മൂക്കിലേക്ക് തുളച്ചു കയറുന്ന ഗന്ധമുള്ളവരാണ്. സ്വീറ്റ് സ്മെല്ലിംഗ്, സവർ സ്മെല്ലിംഗ്, ബിറ്റർ സ്മെല്ലിംഗ്. ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഫ്രൂട്ടി സ്മെല്ലിംഗ് ആണ് വരേണ്ടത്, പക്ഷെ നമുക്ക് ഫ്രൂട്ടി സ്മെല്ലിംഗ് ഇല്ലാത്തതുകൊണ്ട് സ്വീറ്റ് സ്മെല്ലിംഗ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്രൂട്ടി ഫ്ലേവർ നൽകുന്ന ആളുകളാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു സ്വീറ്റ് ഒരു എസ്റ്ററുകൾ എന്ന് പറയുന്നത്. സോ ഇവിടെ അവർക്ക് എന്തുണ്ട്, സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എസ്റ്ററുകൾക്ക് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് കറക്റ്റ്ലി റെപ്രസെന്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോളിക്യൂൾ ഓഫ് അമോണിയം സൾഫേറ്റ്. ഇവിടെ അമോണിയം സൾഫേറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അമോണിയം സൾഫേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. NH4 2 times SO4. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഓക്സിജൻ, 1 സൾഫർ. അപ്പൊ ഇത് മൊത്തം എത്രയായി, 5 എണ്ണമായി. എത്രയായി, 5 എണ്ണമായി. ഇനി ഇവിടെ 1 നൈട്രജൻ 4 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ എത്രയായി, 5 ആയി. ഇനി നോക്ക്, ഇവന്മാര് എത്ര ടൈംസ് ഉണ്ട്, 2 ടൈംസ് ഉണ്ട്. സോ ഈ ഒരു പാർട്ട് മൊത്തവും 10 പേരാണ്. സോ 10 + 5 എന്ന് പറയുമ്പോൾ എത്രയാണ്, നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ടുള്ള 15 ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവിടെ നിന്ന് എണ്ണി നോക്കിയാൽ മതി, നമ്മൾ കണക്ക് ചെയ്യുമല്ലോ, അത്ര എണ്ണി നോക്കിയാൽ മതി. അതുപോലെ തന്നെ എണ്ണി നോക്കിയാൽ മതി. ഇവിടെ ബ്രാക്കറ്റിന് പുറത്ത് 2 എന്നും പറഞ്ഞുണ്ട്. സോ ഇവിടെയുള്ള ആളുകളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കും ഈ ഒരു ഭാഗത്തുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിനോടൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര ഉത്തരം വന്നോ, 15 എന്ന് ഉത്തരം വന്നു. ഓക്കെ, അടുത്ത ചോദ്യം സിമ്പിൾ ആണ്. The Rutherford gold foil experiment established the presence of dash. റൂദർഫോർഡിന്റെ സ്വർണ്ണത്തകിടി പരീക്ഷണം അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം എന്തിന്റെ സാന്നിധ്യമാണ് കണ്ടുപിടിച്ചത്. സോ നമ്മളൊരു ജസ്റ്റ് ഒരു കോഡുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കോഡായിരിക്കും. പണ്ടൊക്കെ PSC ഉദ്യോഗാർത്ഥികളും RRB ഉദ്യോഗാർത്ഥികളൊക്കെ പഠിച്ചൊരു കോഡാണ്. എന്താണ്, PEN-RTC. എന്താന്ന് വെച്ചാല് പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ തോമസ്, ന്യൂട്രോൺ ചാഡ്വിക്. എന്താണ്, പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ തോംസൺ, ന്യൂട്രോൺ ചാഡ്വിക്. സോ റൂദർഫോർഡ് proton. Where is proton? C. Okay, C is the correct answer. കേട്ടോ, ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലെ ചോദ്യമാണ്. 8/1/2020. അടുത്ത ചോദ്യം, which roasting operation shows below burns out sulfur from a sulfide ore. ഒരു സൾഫൈഡ് ഓറിൽ നിന്ന് നമ്മൾ സൾഫർ വേർതിരിക്കണം. സൾഫറിന്റെ ഗന്ധകം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓക്സിഡൈസിങ് ആണ്. ഓക്സിഡൈസിങ് റോസ്റ്റിംഗ് ഓപ്പറേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൾഫൈഡ് ഓറിൽ നിന്ന് സൾഫറിനെ നമ്മൾ വേർതിരിച്ച് എടുക്കുന്നത്. സൾഫൈഡ് ഓറിൽ നിന്ന് സൾഫറിനെ നമ്മൾ ഇങ്ങനെയാണ് വേർതിരിച്ച് എടുക്കുന്നത്. ഓക്കെ, അടുത്തത് ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ ഈസ് എ മൈൽഡ് നോൺ കൊറോസീവ് ബേസിക് സാൾട്ട്. ഇത് ശരിയാണ്. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ നമ്മുടെ അപ്പക്കാരം എന്ന് പറയുന്നത് എന്താണ്, ഒരു മൈൽഡ് ആയിട്ടുള്ളതും നോൺ കൊറോസീവ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സോൾട്ട് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ന്യൂട്രലൈസ് ആസിഡ്സ് ആൻഡ് റിലീവ് സ്റ്റൊമക് അസിഡിറ്റി. നമ്മുടെ ഈ സ്റ്റൊമക് അസിഡിറ്റി ഒക്കെ കുറയ്ക്കുന്ന സാധനത്തിനുള്ള ഒരു കമ്പോണന്റ് ആണ് എന്ന് പറയുന്നത് ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എയും സ്റ്റേറ്റ്മെന്റ് ബിയും ഇവിടെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്.
ബേക്കിംഗ് സോഡ എന്താണ്, ഒരു നോൺ കൊറോസീവ് ആയിട്ടുള്ള ഒരു ബേസിക് സോൾട്ട് ആണ്. ഒരു കൊറോസീവ് പ്രോപ്പർട്ടി ഒന്നുമല്ല. കൊറോസീവ് എന്ന് പറയുന്നത് അതിനെ നശിപ്പിക്കുക, തുരുമ്പടിപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് കൊറോസീവ് എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ അല്ല, സ്റ്റേറ്റ്മെന്റ് എയും സ്റ്റേറ്റ്മെന്റ് ബിയും ഇവിടെ കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് എയും ബി ആർ കറക്റ്റ് ഹിയർ. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഹാപ്പൻസ് ടു എ സബ്സ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ എ റിയാക്ഷൻ? ഒരു റിയാക്ഷനിൽ റെഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണത്? അത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? റെഡ്യൂസ്ഡ് ആയി എന്ന് പറയുന്ന, റിഡക്ഷൻ എന്ന് പറയുന്ന അതാണ് അവിടെ അർത്ഥം ആക്കണത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിഡക്ഷൻ റിയാക്ഷൻ? നമ്മൾ മുമ്പ് ചോദിച്ചത് തന്നെ ആ ഒരു എക്സാംപ്ലിഫൈ ചെയ്യുന്നതാണ്. ഇവിടെ ഒന്നാമത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓക്സിജന്റെയും ഹൈഡ്രജന്റെ കാര്യം ഇവിടെ ലീവ് ചെയ്തിട്ട് ഇവിടെ ബാക്കിയുള്ള എലമെന്റ്സിനെയാണ് എപ്പോഴും റെഡോക്സ് റിയാക്ഷൻസ് നമ്മൾ എടുക്കുന്നത്. Mg+O2. ഈ എലമെന്റൽ സ്റ്റേറ്റിലും എല്ലാ എലമെന്റിനും അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. എന്നിട്ട് നമ്മളിത് കോമ്പൗണ്ട് ആയിട്ട് വരുമ്പോൾ ഇത് എന്താകുന്നു? +2 ആകുന്നു. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ NaOH പ്ലസ് HCl. ഇവിടെ H എന്ന് പറയുമ്പോൾ +1, ഓക്സിജൻ എന്ന് പറയുമ്പോൾ -2, Na എന്ന് പറയുമ്പോൾ +1. ഇവിടെ +1 ആയിരുന്ന Na എന്ന് പറയുന്നത് ഇവിടെ ചെല്ലുമ്പോഴും എന്താണ്? +1 ആണ്. ഇവിടെ അപ്പോ നമുക്കൊന്നും പ്രത്യേകിച്ച് നടക്കുന്നില്ല. ഇനി സിങ്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സിങ്ക് ഇവിടെ 0 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് +2 ആയി. ഇവിടെ എന്താണത്? ഇനി ഇവിടെ CuO, ഇവിടെ കോപ്പർ എന്ന് പറയുന്നത് +2 ആയിരുന്നു, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്തായി? അത് 0 ആയി. സോ ഇവിടെ +2 ആയിരുന്ന ആള് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? അത് 0 ആയി. +2 ആയിരുന്ന ആള് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? 0 ആയി. സോ നമുക്ക് ഇവിടെ പറയാം ഇവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ നമ്മൾ ഈ ഒരു ദിവസത്തെ 8/1/2026 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടാനായിട്ട് വേഗം കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് വന്നോളൂ. നമ്മുടെ ക്രാഷ് ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് ഈ വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ക്രാഷ് ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്. വരാൻ പോകുന്ന എക്സാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9249089284 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട്. RRB ആയിട്ട് ബന്ധപ്പെട്ടുള്ള, RRB SSC ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ജോലികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ അറിയാനും അതോടൊപ്പം തന്നെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രീ ഗ്രൂപ്പിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് അതിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും, പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി.